OBOC ഇഷ്യൂ നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പം വളരെ കുറേ ന്യൂസുകൾ, അതിനെക്കുറിച്ച് പല രീതിയിലുള്ള ന്യൂസുകൾ നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. ഈ OBOC എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകള്, രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയാണ്. അപ്പോൾ ദിയ കൃഷ്ണയുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണിത്. ഇത് പ്രധാനമായിട്ടും ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ, മാലയും വളയും അങ്ങനെയൊക്കെയുള്ള, അതോടൊപ്പം തന്നെ ഇപ്പം ഡ്രസ്സും വിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഈ OBOC എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ 3 പെൺകുട്ടികൾ ജോലിക്ക് നിൽക്കുകയുണ്ടായി. അപ്പോൾ ആ പെൺകുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപയുടെ ക്യാഷാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, എങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നതെന്നല്ലേ അറിയണ്ടേ. അത് ഇവരുടെ കസ്റ്റമേഴ്സ് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ പൈസ ഇവരുടെ QR കോഡ് അത് സ്കാൻ ചെയ്താണ് അയക്കുന്നത്. അപ്പോൾ അവരുടെ QR കോഡാണ് ഈ ഷോപ്പിൽ ഈ കസ്റ്റമേഴ്സ് പണം അയക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത് ദിയ അറിയുന്നില്ല. ദിയ 6-7 മാസം പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സമയങ്ങളിലുണ്ടല്ലോ. ഇപ്പം ഡെലിവറിക്ക് അടുത്ത അധികം സമയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ റെസ്റ്റിലായിരിക്കും. അപ്പോഴാണ് ഈ സ്ഥാപനം ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിലും ഈ ദിയ ഇവരെ തൻ്റെ സഹോദരങ്ങളെ പോലെ തന്നെ ഈ സ്ഥാപനത്തിലേക്ക് വീട്ടിലേക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ക്ഷണിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പോൾ തനിക്കുണ്ടായ ഈ ചീറ്റിങ്, തന്നെ ചതിച്ചേക്കുന്ന ഈ വഞ്ചനയ്ക്ക് എതിരായിട്ട് ദിയ ഒരുപാട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. സംസാരിക്കാം എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്ത് വിഷമമുണ്ട്. അവർക്ക് ക്യാഷ് പോയതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവർക്ക് ഈ തന്നോട് കാണിച്ചേക്കുന്ന വിശ്വാസ വഞ്ചനയാണ്. അതാർക്കും നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. ഈ നമ്മളൊരാളെ വിശ്വസിച്ചേൽപ്പിച്ച് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മളെക്കാളും വിശ്വസിക്കും അവർ നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ള രീതി കൊണ്ടായിരിക്കാം ഈ 6-7 മാസം ഈ ദിയ ഈ ഒരു ഷോപ്പിൽ അങ്ങനെ വരാതിരുന്നത് തന്നെ. അപ്പോൾ അവരോടുള്ള വിശ്വാസ കൂടുതൽ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ കരുതാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ചീറ്റിങ് ഉണ്ടാകുമ്പോൾ നമുക്കത് സഹിക്കാവുന്നതിലപ്പുറമാണ്. ദിയയ്ക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റുകയുള്ളൂ. കാരണം ഒരു പെണ്ണാണ്. അതിൽ കൂടുതൽ നമുക്ക് കേസൊക്കെ കൊടുക്കാം. പക്ഷെ വേറെ വല്ല മനുഷ്യരും ആണെങ്കിൽ, ഒരു സാധാ ഒരു മനുഷ്യരായിരുന്നെങ്കിൽ ചിലപ്പം ആ ഷോപ്പിൽ വന്ന് അവൾമാരുടെ ചെവുക്കല് തീർത്ത് അടി കൊടുക്കും. നമുക്ക് അങ്ങനെ പറയാം, അങ്ങനെ തന്നെ പ്രതികരിക്കും. കാരണം അത്രയും ഒരു തട്ടിപ്പ് 1-2 രൂപയല്ല, 69 ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത്. 65-69 ലക്ഷം രൂപയുടെ ക്യാഷാണ് ഇവളുമാർ 3 പേരും കൂടെ ഈ പെരുങ്കള്ളികൾ തട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു ലേഡിയെ ഇപ്പം കടന്നു പോയിരിക്കുന്നത്. ഈ സമയത്ത് അങ്ങനെ ടയേർഡാവുകയോ ഒന്നും ചെയ്യാതെ മനസ്സിന് നല്ല ഒരു സന്തോഷം നൽകേണ്ട ഒരു അവസരത്തിലാണ് ഇപ്പം ഈ പെൺകുട്ടിയെ വളരെയധികം വിഷമിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവളുമാരോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതിനെന്താണ് തെളിവെന്ന്. അങ്ങനെ ചോദിക്കുമ്പം മുഖത്ത് ഒറ്റയടി കൊടുക്കാനാണ് തോന്നുന്നത്. കാരണം നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ഇത്രയും പേരും കള്ളത്തരം കാണിച്ചിട്ട് കൂസലില്ലാതെ ചോദിക്കുകയാണ്. അതിലൊരുത്തി ജ്യോതി എന്നാണ് തോന്നുന്നത്, അവിടെ ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനെന്താണ് തെളിവെന്ന്. അവർ ഈ കൃഷ്ണകുമാറും മക്കളും ഒക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു നല്ല ഇമേജുള്ള ആളുകളാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെയൊക്കെയുള്ള അഹാന ആണെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജ് ഉള്ളപ്പോൾ അവരങ്ങനെ ലോക്കൽ കാണിക്കുന്ന പോലുള്ള തരം താണ പ്രവൃത്തി അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ പെൺകുട്ടികളെ വിളിച്ചു വരുത്തുകയും അവരോട് ചോദ്യം ചോദിച്ചപ്പോൾ ഇവർ സമ്മതിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്നുള്ള കാര്യം ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം ദിയ ഫോൺ വിളിക്കുമ്പോൾ ഇവളുമാർ അവനവൻ തന്നെ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുക എന്നുള്ള ഒരു കാര്യം ആണ് ഇപ്പോൾ നമുക്ക് ഓർക്കാൻ തോന്നുന്നത്. കാരണം ഇവളുമാർ ദിയ മോശമായിട്ടുള്ള രീതിയിൽ വർത്താനം, മോശമെന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യം കൊണ്ടാണ് അവരങ്ങനത്തെ
വർത്തമാനം പറഞ്ഞത്. അപ്പം അവരുടെ അനുഭവം കൊണ്ടാണ് അവർ പ്രതികരിച്ചത്. ഇപ്പോൾ ആരായാലും തന്നെ അങ്ങനെ പ്രതികരിക്കേണ്ട സാഹചര്യം വരുമ്പം കടുപ്പത്തിൽ തന്നെ പ്രതികരിക്കുകയുണ്ടാകും. ചിലപ്പം ചീത്ത വിളിച്ചെന്നൊക്കെ ഇരിക്കാം. അതുപോലെ തന്നെ ദിയയ്ക്ക് ഉണ്ടായ ഈ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ദിയ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ നമുക്ക് അത്ഭുതം വരുള്ളൂ. കാരണം ആരാണെങ്കിലും പ്രതികരിക്കും. നമ്മുടെ അടുത്താണെങ്കിൽ നമ്മൾ ചിലപ്പം കൈ വെച്ചെന്നിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ദിയ കുറേ വാക്കുകൾ ഇവരുടെ അടുത്ത് രൂക്ഷമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇവളുമാർ ഓർത്തു, ഇവർ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പ് ഇത്രയും വലിയ ആൾക്കാരാണല്ലോ, ഇവരെ നാറ്റിച്ചേക്കാം. അപ്പോൾ ഇവർ മോശം വാക്കുകൾ പറയുന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ജനങ്ങൾ മുഴുവനും ഈ പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കും എന്നൊക്കെ കരുതി ഇവളുമാർ ഈ പിന്നെ ഇവർ വിളിച്ച ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയും അത് പുറത്ത് വിടുകയും ചെയ്യും. പക്ഷേ ജനങ്ങൾക്കിത് മനസ്സിലായി ദിയയുടെ ഭാഗത്താണ് ഇത് കറക്റ്റായിട്ട് സത്യമുള്ളത്. ഇവളുമാർ കള്ളികളാണ്, പെരുങ്കള്ളികളാണ്. ഇവളുമാരെ കള്ളത്തരം പറഞ്ഞിരിക്കുന്നത്, കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സംഭാഷണത്തിൽ അവളുമാർ പറയുന്നുണ്ട് 50,000 വീതം വെച്ചെടുത്തെന്ന്. പക്ഷേ 50,000 ഒന്നുമല്ല, അതിൽ കൂടുതൽ രൂപ എടുത്തു. ഇവളുമാരെ 5-8 ലക്ഷം രൂപ ആയിട്ട് ഒത്തുതീർപ്പിന് കൊണ്ടുവരികയൊക്കെ ഉണ്ടായി. അപ്പോൾ ദിയ ഈ ഫോൺ സംഭാഷണത്തിൽ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ചേച്ചി ഇതിനുള്ള വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. എന്നത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. ഒന്നും കേൾക്കാൻ വയ്യ. ഞാൻ സുമിച്ചത് ഞാൻ പോകുന്നു പറ. ചെയ്യാന്ന് പറയാം. പിന്നെ നിങ്ങൾ പറയുന്ന മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 ഉണ്ടെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 തിരിച്ചോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ, നിങ്ങളുടെ കൂമ്പയോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അതിന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. അല്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് വായിച്ചൊഴിച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളായിട്ട് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണായ ഞാനൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി ചേച്ചി. സോറി ആർക്ക് സോറി? ആർക്ക് സോറി പറയണം? ആർക്ക് തന്നെ സോറി? കണ്ടല്ലോ, എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിച്ചു. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ തൊലിച്ചു. നിങ്ങൾക്ക് ലോകത്ത് എവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ ആരും വാട്സാപ്പിൽ ഈ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കേട്ടില്ലേ? ചേച്ചി സോറി ചേച്ചി, ഞാൻ കാല് പിടിക്കാം എന്ന ഒരു പെണ്ണ് പറയുമ്പോൾ, ജ്യോതി എന്ന് പറയുന്ന പേര്, അങ്ങനെ ആ ഒരു പേരാണ് എപ്പോഴും പറയുമ്പോൾ കാല് പിടിക്കാമെന്നെ കൈ ഞാൻ വെട്ടും എന്നൊക്കെയുള്ള വാക്കുകൾ, എൻ്റെ പല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ സമയത്തെ
മാനസികമായിട്ടുണ്ടാകുന്ന ആ ഒരു പിരിമുറുക്കമാണ്, ആ സമയത്തുണ്ടായ ദേഷ്യമാണ്. തൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ ചതിക്കുക എന്ന് പറയുമ്പം, വിശ്വാസവഞ്ചന കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതല്ല അതിൻ്റെ അപ്പുറവും നമ്മൾ സംസാരിക്കുകയുണ്ടായിരിക്കും. ചിലപ്പം ചില ആളുകളാണെങ്കിൽ പിടിവിട്ടിട്ട് അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ അവരെ കൈവച്ചെന്നിരിക്കും. അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വിവരവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അത് അത്ഭുതം തന്നെയാണ്. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെയ്ത് അവരത്രയും വിശ്വസിച്ചാണ് ഇവരെ ഈ 3 പേരെയും ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പോൾ കാണിച്ചേക്കുന്ന കള്ളത്തരം, പെട്ടെന്ന് രക്ഷപ്പെടാൻ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ള അതിബുദ്ധി കാണിച്ചതാണ് ഈ ലോകം മുഴുവനും നാണം കെട്ട് മുഖത്ത് തുണിയിട്ട് മൂടേണ്ട അവസ്ഥ വന്ന് നടക്കുന്നത്. ദിയ പറയുന്നുണ്ട്, നിങ്ങളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ ഇന്നും കൂടെ നിൻ്റെയൊക്കെ ഫോട്ടോ കാണുകയുള്ളൂ, നാളെ മുതൽ പ്രൊഫൈൽ ഫോട്ടോ ഇടാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നീയൊക്കെ മുഖം മറയ്ക്കേണ്ടി വരും, പ്രൊഫൈൽ ഫോട്ടോ ഇടേണ്ടി വരികയില്ല, അത്രയും നാണം കെടും, ഞാൻ അതിൻ്റെ അങ്ങേയറ്റം ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു മുഖം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ അതിൻ്റെ അപ്പുറം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട്. ദിയ പറഞ്ഞത് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇതിലും വലിയ കള്ളത്തരം കാണിച്ച് ഈ കട മുഴുവനോടെ എടുത്തുകൊണ്ട് പോകേണ്ട കള്ളികളായിട്ട് മാറുക തന്നെ ചെയ്തേനെ. ഇവരറിയാതെ അതിലും വലിയ കള്ളത്തരങ്ങൾ കാണിച്ചു തന്നിരുന്നേനെ. ഏതായാലും ഈ സമയത്ത് ഇപ്പം പിടിക്കപ്പെടാൻ പറ്റിയത് ദിയയുടെ ഒക്കെ ആ ഒരു ബുദ്ധി കൊണ്ടും അവരുടെ കുടുംബം എല്ലാവരും ഒന്നിച്ച് നിന്ന് അനിയത്തിയൊക്കെ ആ ഒപ്പം നിന്ന് ഈ പെണ്ണുങ്ങളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കൂടെ ചെയ്യുന്നില്ല. അപ്പോൾ അതിലൊക്കെ ഇവരെല്ലാവരും ചോദിക്കുമ്പോൾ ഇവർ ഒരക്ഷരം മിണ്ടുന്നില്ല. അത്രയും മുഖം താത്തി നിന്ന്, കള്ളത്തരം ഉണ്ടാഞ്ഞിട്ട് തന്നെയാണ് മുഖം താത്തി നിന്ന് ഇരിക്കുന്നത്. ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം, വിശ്വാസവഞ്ചന കാണിച്ച്. അതിനോടൊപ്പം തന്നെ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ പെൺകുട്ടിക്ക് ഇതുപോലെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി വിഷമിപ്പിച്ചതിനും അതിനും കൂടെ കൂട്ടിച്ചേർത്തുള്ള ശിക്ഷ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.